ഹായ് അമ്മ. ഹായ് ഗുഡ് മോർണിംഗ്. ഒന്ന് നിൽക്കണൊരു നിപ്പ് കണ്ട നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. കാരണം ക്യാപ്ഷൻ കണ്ട മനസ്സിലാവുമല്ലോ. ഒരു വർഷമായി യൂട്യൂബ് എന്ന് പറഞ്ഞ ഈ സംഭവം തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു വർഷം വരെയൊക്കെ എത്തും നമ്മൾ വിചാരിച്ചിരുന്നോ? ഒരു വർഷം വരെ യൂട്യൂബ് ഇങ്ങനെ കൊണ്ടുപോകാൻ അവനെ കൊണ്ട് പറ്റും അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നോ? ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വർഷം ആയി എന്നുള്ളത് ആയതമ്മ എങ്ങനെ മനസ്സിലായത്? അതൊന്ന് പറയും, കേൾക്കാൻ ഭയങ്കര രസമായിട്ടുണ്ട്. ഞാനിങ്ങനെ ഇരുന്നിട്ട് ഇന്നലെ നോക്കിയപ്പോ മെയിൽ കണ്ടു, നോക്കി ഒരു വർഷമായിരുന്നു അപ്പഴാ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു വർഷമായിന്ന് പോലും അമ്മ മനസ്സിലായില്ല. അപ്പോൾ ഇതിൽ ഈ ഒരു വർഷം വരെ എത്തിയില്ലേ? അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അമ്മയുടെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ അമ്മയ്ക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അമ്മേനെക്കാട്ടിലും കൂടുതൽ ചിന്തിച്ചത് നമ്മുടെ ചുറ്റുള്ള ആൾക്കാരാണ്. കാരണം അത് അമ്മേനെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ ആയിരുന്നല്ലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഒരു വർഷത്തെ എന്തൊക്കെയാണ് അമ്മയ്ക്ക് നേട്ടങ്ങൾ ഉണ്ടായത്, എന്തൊക്കെയാണ് അമ്മയ്ക്ക് കിട്ടിയ സന്തോഷം, എന്തൊക്കെയാണ്, എന്താണ് ഇതുകൊണ്ട് അമ്മ പഠിച്ചത്, അതൊക്കെ ഒന്ന് പറയണമല്ലോ. ഇന്ന് കഥ വേണ്ട. അപ്പോൾ ശരിക്കും വെഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ അച്ഛനൊരു പങ്കുണ്ട്, ബർത്ത്ഡേ ആണെങ്കിൽ അമ്മയുടെ അച്ഛനും അമ്മയ്ക്ക് ഒരു പങ്കുണ്ട്. ഇത് അമ്മയുടെ മാത്രം പങ്കുള്ളതാണ്. അതിൻ്റെ ഒരു സന്തോഷമില്ല അമ്മയ്ക്ക് ഒരുപാട്. പക്ഷെ ആ സന്തോഷം എനിക്ക് എന്റെ കുടുംബാംഗങ്ങളോട് പങ്കുവെക്കണം. കാരണം എന്താ പറഞ്ഞാൽ അവരില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇല്ല, ഉണ്ടോ? എനിക്ക് ഒരിക്കലും പറ്റില്ല. പിന്നെ അവരോട് തന്നെ ഞാൻ ആദ്യം പറയേണ്ടത്, ഇതെല്ലാത്തിനും എന്നെ മുന്നോട്ട് പോകാൻ സഹകരിച്ച് അവർക്ക് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. കാരണം അവരില്ലെങ്കിൽ ഒരിക്കലും ഞാനില്ല. കാരണം ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. എനിക്ക് ഈ യൂട്യൂബ് ഉണ്ടായിരുന്നതിന് ശരിക്കൊന്നും അറിയില്ല. ഇത് തുടങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അമ്മയ്ക്ക് സമ്മാനമല്ലല്ലോ കിട്ടിയത്, ഒരു വർഷമായതിന്റെ ഒരു 1 year അല്ലേ? അതിനല്ല, എനിക്ക് അതിന് ആ സമ്മാനക്കാളും വലിയ സമ്മാനമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സ്നേഹബന്ധങ്ങൾ. ആ സ്നേഹബന്ധങ്ങൾ വിലമതിക്കാനാവാത്താണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്മാനം. എനിക്ക് വേറെ ഒന്നുമല്ല, അത് കിട്ടിയില്ല, അതിൻ്റെ സന്തോഷമാണ്. അല്ലാണ്ട് യൂട്യൂബിൽ എനിക്ക് വേറെ എന്തൊക്കെയോ ആഗ്രഹമില്ല, അതൊന്നുമല്ല. എനിക്ക് ഈ കുടുംബാംഗങ്ങളോട് അവർ തരുന്ന സ്നേഹം ഉണ്ടല്ലോ. ഒരിക്കലും ഞാൻ പറഞ്ഞ നമ്മൾ രക്തബന്ധത്തിലുള്ളവരോ നമ്മുടെ സ്വന്തമൊക്കെ നമ്മളെ അവർ എന്തെങ്കിലും സ്നേഹിക്കും, ചിലപ്പോൾ നമ്മളോട് ആ ഒരു ബന്ധം വേറെ. പക്ഷെ ഇതൊന്നും ഇല്ലാതെ സ്നേഹം കൊണ്ട് മാത്രം ഒരുമിച്ചൊരു ബന്ധമുണ്ട് എനിക്ക്. ചേച്ചിയായിട്ടും അമ്മയായിട്ടും എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പിലും അങ്ങനെ ഒരുപാട് മക്കളായിട്ടും അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നെ ഉള്ളു തുറന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ആ സ്നേഹം ബന്ധം ശാശ്വതമാണെന്ന് എനിക്ക് തോന്നിപ്പോവുക. അതാണ് ശാശ്വതം. കാരണം ഒന്നും പ്രതിഫലം അപേക്ഷിക്കാതെയാണ് അവർ നമ്മളെ സ്നേഹിക്കുന്നത്. എന്നെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല, അല്ലേ? പിന്നെ ഒന്നുണ്ട്, ഒരു റിയാക്ഷൻ വീഡിയോ അല്ല, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിൽ പോയിട്ട് പോലെ പർച്ചേസിങ് വീഡിയോ അല്ല, അല്ലെങ്കിൽ ബ്യൂട്ടീനെ പറ്റി വല്ലതും പറയുന്ന വീഡിയോ അല്ല, ഹെൽത്തിനെ പറ്റി വല്ലതും പറയുന്ന വീഡിയോ അല്ല. ഒരു അമ്മ, ഒരു ചേച്ചി, ഒരു ഭാര്യ, അങ്ങനെയുള്ള എല്ലാവരും അടുക്കളയിൽ എന്താണോ ചെയ്യുന്നത് ആ സാധാരണ വീഡിയോടൊപ്പം സാധാരണ കഥകൾ, എവിടെയോ കേട്ട് കഴിവിയുള്ള കഥകൾ, എവിടെയൊക്കെ പണ്ടാരൊക്കെയോ പറഞ്ഞു തന്നിട്ടുള്ള കഥകൾ, ഈ കഥകളൊക്കെ അംഗീകരിക്കുക, ഇത് അമ്മയുടെ ഒപ്പം അവർ ആസ്വദിക്കുക, കേൾക്കുക എന്ന് പറയുന്നത് മനസ്സ് അമ്മയ്ക്ക് നൽകിയത് കൊണ്ടാണ്. മനസ്സും കൊണ്ട് അമ്മേനെ സ്നേഹിച്ചത് കൊണ്ട് എപ്പോഴും തോന്നാറുണ്ട് ഇതൊന്നും ഇത്ര വലിയ കാര്യമല്ല. ഈ ഞാൻ കാണിക്കുന്ന ഒരു കുക്കിങ്ങും എല്ലാവർക്കും അറിയുന്നതാണ്. എനിക്ക് കൂടുതലായിട്ട് അങ്ങനെ ഒന്നും ഒരുപാട് വിഭവങ്ങൾ അങ്ങനെ ഒന്നും അറിയുന്ന ഒരാളും അല്ല. എന്നിട്ട് അവരിതിനെ ഇഷ്ടപ്പെടുന്നത് എന്തിനാണ് അറിയാം? അവർ എന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. അതാണ് സത്യസന്ധത, നിർമ്മലമായ സ്നേഹം എന്നൊക്കെ പറയില്ലേ, അതാണ് എനിക്ക് കിട്ടിയത്. അതിലാണ് എനിക്ക് സന്തോഷം. അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും അല്ല വേണ്ടത്. ഇഷ്ടേ ഇല്ല. കാരണം ഞാൻ ഈ യൂട്യൂബ് എല്ലാവരും തുടങ്ങുമ്പോൾ എനിക്കൊരാഗ്രഹം മനസ്സിൽ, അപ്പോൾ ഇത് എനിക്ക് പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ പലവട്ടം ആലോചിച്ചു. പിന്നെ നമ്മുടെ അടുത്ത് അറിയുന്നവരെല്ലാം തുടങ്ങുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് തുടങ്ങുക? എനിക്കൊന്നും അറിയില്ലല്ലോ. ഞാനൊരു സാധാരണ വീട്ടമ്മ. പോരാത്തിന് പുറലോകമായിട്ട് ഒരുപാട് അങ്ങനെയുള്ള എന്താ പറയുക പുറത്തു പോയിട്ടുള്ള ഒരു ബന്ധം എനിക്കില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇതാണ് ഷുഗറുകൾക്കുള്ളിൽ എപ്പോഴെങ്കിലും മക്കളോടൊത്തും ഭർത്താവിനോടൊത്തും ഒന്ന് പുറത്തു പോകുന്നല്ലാണ്ട് ഒറ്റയ്ക്കൊരു സ്ഥലത്തേക്ക് പോയിട്ടുള്ള ഒരു ഇതുപോലെ എനിക്കില്ല. എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഇത്രയും വയസ്സിനിടയിൽ എന്തെങ്കിലും ഒരു ദിവസം അമ്മ തനിയെ അമ്മയുടെ ഒരു കൂട്ടുകാരെ കാണാനോ, അല്ലെങ്കിൽ അമ്മയുടെ തന്നെ വല്ല സഹോദരിമാരെ കാണാനോ സഹോദരന്മാരെ കാണാനോ പോയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും എന്നെ അറിയുന്നവർ ഈ നാട്ടിലാണെങ്കിലും ശരി, എൻ്റെ സ്വന്തം നാട്ടിൽ എവിടെയാണെങ്കിലും എന്നെ ഒറ്റയ്ക്ക് ആരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഒന്നില്ലെങ്കിൽ എൻ്റെ കൂടെ മക്കളുണ്ടാവും, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടാവും. 2 കിലോമീറ്റർ ഒറ്റയ്ക്ക്
പോയിട്ടേ ഇല്ല ഒരു സ്ഥലത്ത്. 2 കിലോമീറ്റർ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ടൗണിൽ നടക്കുമ്പോൾ മക്കള് പറയും ഈ അമ്മയ്ക്ക് നടക്കാനും പോലും അറിയില്ല എന്ന് പറയും. കാരണം അത്ര എനിക്ക് എല്ലാവരും കൊണ്ട് നടക്കണ കാരണം മക്കള് ഭർത്താവാണെങ്കിലും എന്നെ ഇങ്ങനെ എല്ലാം കൊണ്ടും എന്നെ സൂക്ഷ്മമായി നോക്കണമെന്നും അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കാം. അല്ലാണ്ട് അവരെന്നോട് പുറത്ത് പോകരുതെന്നോ ഒറ്റയ്ക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ശീലിച്ചു പോയി. പണ്ടാണെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും വളർത്തിയതും അതുപോലെയാണ്. എവിടേക്കേലും പോകുമ്പോൾ അവർ കൂടെ വരും, അല്ലെങ്കിൽ മാമന്മാരോ ചെറിയച്ഛന്മാർ അങ്ങനെ വളർത്തിയത് കൊണ്ടാവാം എനിക്ക് അങ്ങനെയുള്ള, അല്ലാണ്ട് ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, അമ്മ തനിയെ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, തൊട്ടടുത്ത വീട്ടിലേക്ക്. അമ്മ പേടിച്ചു, ഇവനെന്താ അത് ഇല്ലാത്തൊക്കെ പറയണമെന്നല്ലേ. എന്റെ തൊട്ടടുത്തുള്ള അയൽവക്കല്ലേ, അവിടേക്കൊക്കെ ഞാൻ പോയിട്ട് വർത്താനം പറയും. അതാണ് നമ്മുടെ ലോങ് ഡിസ്റ്റൻസ് യാത്ര. ഏറ്റവും വലിയ എന്റെ യാത്ര എന്ന് വെച്ചാൽ ഇവിടെ ഒരു 10 മിനിറ്റ് ഒക്കെ നടക്കാണ്ടെങ്കിൽ വലിയ യാത്രയാണ്. അമ്മ തന്നെ യാത്ര ചെയ്തത്. ഒറ്റയ്ക്കിട്ട എന്റെ യാത്ര എന്ന് പറഞ്ഞാൽ അതാണ്. ചിലപ്പോൾ അവര് വല്ല എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വിളിക്കുമ്പോൾ അവര് വരില്ല എന്ന് പറഞ്ഞാൽ അടുത്ത് ചുറ്റുവട്ടത്തുള്ള എവിടേക്കെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോകും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഒരു വണ്ടിയിലാവട്ടെ, ബസ് കയറിയിട്ടാവട്ടെ, അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ പോലും പോയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു എന്താ പറയാ, ചെയ്യാൻ പാടാത്തൊന്നും അമ്മേനോട് ചെയ്തിട്ടുണ്ട്. എന്താ അത് ചോദിക്കേ, നമ്മുടെ ഒക്കെ തന്നെ ഒരു 1/2 മണിക്കൂർ എവിടെയെങ്കിലും പോയിട്ട് വൈകി കഴിഞ്ഞാൽ അമ്മയ്ക്ക് വല്ല വയ്യായ്മയാവോ എന്തെങ്കിലും സംഭവിച്ച ഫോൺ കൈ പിടിച്ചിട്ട് പോകണം എന്ന് വെച്ചാ ചുറ്റുവട്ടത്ത് എവിടേക്കെങ്കിലും പോകുമ്പോ ഇവന്റെ അച്ഛൻ പറയും അതെ ഫോൺ കൈ പിടിച്ചിട്ട് പോട്ടോ. അതുപോലെ അവിടെ അവിടെ ഒരു 3-4 നായ്ക്കളുണ്ട് അവരുടെ വീട്ടിൻ്റെ അടുത്ത്. അച്ഛാ അമ്മേനെ അവരുടെ വീട്ടിലേക്ക് അമ്മ ഒന്ന് പോകണ്ടെന്ന് പറഞ്ഞു, അച്ഛൻ അവിടെ കൊണ്ടാക്കിയിട്ട് പോകാന്ന് പറയും. അങ്ങനെയാണ് അതിനെക്കാളും ഏറ്റവും രസം എന്താ അറിയോ, അമ്മക്കൊരു എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അസുഖത്തിന് വലുതായിട്ട് നമ്മൾ ലേബൽ ചെയ്തു. കാരണം എവിടെയെങ്കിലും പോയിട്ട് കുറച്ചു നേരം കണ്ടില്ലെങ്കിൽ ആ വീട്ടിൽ മുമ്പത്തൊന്ന് എത്തി നോക്കിയിട്ട് വരും. കാരണം പോയിട്ട് കുറേ നേരമായി എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു ഇതെന്ത് പറഞ്ഞ് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാക്കി എന്നുള്ളതാണ് സത്യം. ഇപ്പൊ എനിക്ക് എന്താ അറിയോ, അതുകൊണ്ട് ഒറ്റയ്ക്കൊന്നും എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു ലോകത്തിലാണ് ഞാൻ. അങ്ങനെയുള്ള ഞാനൊരു യൂട്യൂബ് തുടങ്ങി. ഇപ്പൊ അമ്മ കാര്യം മറന്നു. എന്തുകൊണ്ടാണ് അമ്മ ഹാളിലിരുന്ന് സംസാരിക്കുന്നത്, സ്വീകരണ മുറിയിലൊന്നും ഇരിക്കാതെ ഇവിടേക്ക് വന്നത്? അടുക്കളയിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് ഇവിടെ വരുമ്പോഴാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ഉത്സാഹം, അതൊക്കെ എനിക്ക് കിട്ടും. ഇവിടെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് വേണം നമുക്ക് സംസാരിക്കാൻ. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്നിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിച്ച് അത് ശീലമായിപ്പോയി. അപ്പൊ എനിക്ക് എന്താ പറയാ, അങ്ങനെ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ ഇഷ്ടം. അമ്മേനോട് പറഞ്ഞു, സോഫയിൽ ഇരിക്കുക. ഇവൻ പറഞ്ഞു സോഫയിലൊക്കെ ഇരുന്ന് ഞാൻ പറയാം. അപ്പം അമ്മ പറഞ്ഞു അതൊരു ഹെഡ് മാസ്റ്റർ സ്കൂളിൽ വന്നൊരു പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്ന പോലെയാവും, അതെനിക്ക് പറ്റില്ല. അങ്ങനെ അല്ലെങ്കിൽ ഒരു അഹങ്കാരം തോന്നുന്നൊക്കെ അങ്ങനെ അതൊന്നും അല്ല, വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ വന്ന കാര്യം എന്താണെന്നുള്ളത് അമ്മ പറഞ്ഞു. ഇത് പറയാൻ വേണ്ടി അല്ലല്ലോ അമ്മ ഇങ്ങോട്ട് വന്നത്, ഒരു കാര്യം കൂടി അതിനൊപ്പം ചെയ്യാണ്ടല്ലോ. അതെന്തായിരുന്നു? നന്നായി. അമ്മ ഒന്നും ഉണ്ടാക്കണ്ട, എന്തെങ്കിലും ചെറിയൊരു ഉണ്ടാക്കിയാൽ മതി. പച്ചക്കറി അമ്മയ്ക്ക് നിർബന്ധമായത് കാരണം അമ്മ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിക്കോ. പിന്നെ ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം വെച്ചോണ്ട് ഇപ്പം പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ. ഞാൻ അതിനൊരു പാര വയ്ക്കാൻ നിന്നാണ്. ഒരു ആനിവേഴ്സറി ഒക്കെ ആയിട്ട് അമ്മ ഉണ്ടാക്കുന്ന സാധനം നോക്കി സ്പീഡപ്പ് അമ്മ എല്ലാം കൂടെ പറഞ്ഞു അല്ലേ. വെരി ഗുഡ്. നമുക്ക് ബുദ്ധിയില്ല എന്നൊക്കെ വെറുതെ പറയാൻ ആൾക്കാർ കേട്ടോ. പിന്നെ ഈ 1 വർഷത്തെ ജേർണി, എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ സ്റ്റാർട്ടിങ് എന്താ പറയുക, അമ്മേനെ പോലെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വേറെ ഒന്നും അറിയാത്തവരെന്ന് വെച്ചാൽ ഒരുപാട് എന്താ പറയുക ലോക വിവരങ്ങളൊന്നും അങ്ങനെ ഒരുപാടൊന്നും പറയാനറിയാത്ത ആൾക്കാർ അവനവൻ്റെ അടുക്കളയിനുള്ളിൽ ചെറുതായിട്ട് കുക്കിംഗ് ഒക്കെ നടത്താൻ പറ്റും. കാരണം 1 വർഷം എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഈ 365 ദിവസം എന്നൊക്കെ പറയുമ്പോൾ അതൊരു വിജയമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എക്സ്പെക്റ്റേഷൻ അല്ല, ഒരു കാശിൻ്റെ എക്സ്പെക്റ്റേഷൻ അല്ല. ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താ പറഞ്ഞാൽ നമ്മളറിയാത്ത, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ സ്നേഹബന്ധങ്ങളുടെ കഥയാണ് അല്ലേ. ഇപ്പം നമ്മുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും ഇപ്പം അമ്മ ഈ വീട്ടിലിരിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ കുറേ ആൾക്കാരെ കിട്ടുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ പണ്ടൊക്കെ എനിക്ക് ഷുഗർ കൂടി പ്രഷർ കൂടി എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ അതിലൊക്കെ എന്താ ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയുന്നത് പറയും, നീ പറയും. എന്തായാലും അമ്മയ്ക്കൊരു ഹാപ്പി യൂട്യൂബ് ആനിവേഴ്സറി. എന്റെ ഹാപ്പി ഞാനിത് പറയാൻ മറന്നു കണ്ടില്ലേ, ഈ ഇത് ക്യാബേജും പിന്നെന്താണ് ക്യാരറ്റും കൂടിയിട്ടുള്ള ഒരു തോരന. ഇതിൽ ഞാൻ പച്ചമുളകും സവോളയും കുറച്ച് ഇഞ്ചിയും ഒക്കെ ചതച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ഈ കടുകൊക്കെ ഒന്ന് താളിച്ച് ഇതിൽ കൊട്ടിയാൽ മാത്രം മതി. അമ്മക്ക് ഇന്ന് റൗണ്ട് അടിക്കാൻ പറ്റും നമ്മുടെ ഒപ്പം? വേണ്ട. വേണ്ട. ഇതാണ് അമ്മയുടെ സ്വഭാവം. അതെന്താ വേണ്ടായ്മ? അപ്പോൾ ഇതിൻ്റെ ഒപ്പം ചെറുതായിട്ട് ഈ തുടക്കത്തിൻ്റെ കഥയെന്ന് പറയണം കേട്ടോ. എന്നിട്ട് ഇവിടെ മേലെ എത്തിയ ജേർണിയിൽ നിങ്ങൾക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ, ഗുഡ് ആൻഡ് ബാഡ് രണ്ടും പറയണം.
അപ്പോൾ കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് ഇട്ടു. കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് പിന്നെ ഞാനിതിൽ എല്ലാം ഇട്ടുണ്ടല്ലോ, പച്ചമുളകും സവോളയും ഇഞ്ചിയും. പ്രത്യേകിച്ച് വേറെ ഒന്നും ഇടണ്ടായിരുന്നല്ലേ? ക്യാബേജ് പിന്നെ നാളികേരം നമ്മളിവിടെ ഇടാറില്ല. ഇത്രയും സാധനം ഉണ്ടാക്കിയിട്ട് അമ്മ തന്നെ കഴിക്കും? അത് കഴിക്കും, ക്യാബേജൊക്കെ അല്ലേ. പിന്നെന്താ കഴിക്കുന്നോ? കറിവേപ്പില ഇട്ടു. ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഉപ്പ് മാത്രം ഇടണം. പക്ഷെ അമ്മയ്ക്ക് പെട്ടെന്നൊരു അധികം തോന്നിയത് ഇത്ര പെട്ടെന്ന് നമ്മൾ തുടങ്ങിയിട്ട് ഒരു വർഷമായോ എന്നല്ലേ? എനിക്ക് ഒരിക്കലും തോന്നിയിട്ട് നോക്കിയിട്ടൊന്നുമില്ല. നമ്മുടെ വിചാരിച്ചത് എത്ര ആയിട്ടുണ്ടാവും? ഒരു 6 മാസമായി ഉണ്ടാവും എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിച്ചത്. 8 മാസമായി എന്നൊക്കെയാണ് തോന്നിയത്. ഉപ്പിട്ടു. ഇനി നമുക്കിതൊന്ന് ഇളക്കി. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാൻ ഈ അടുക്കളയിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഇതിന് പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടാക്കണ്ടെന്നും പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങളെ ഞാൻ കാണിക്കാറുള്ളൂ, അല്ലാണ്ട് വലിയ വലിയ വിഭവങ്ങളൊന്നും കാണിക്കാറില്ല അല്ലേ? അതും കൂടി ഒരു കാര്യം കേട്ടോ, നാടൻ സംഭവങ്ങൾ മാത്രമേ കാണിക്കാറുള്ളൂ. എന്തെങ്കിലും നമ്മൾ പൊതുവെ സാധാരണക്കാർ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമേ കാണിക്കാറുള്ളൂ. അല്ലാതെ പുതിയ പുതിയ സംഭവങ്ങൾ അങ്ങനെ ഒന്നും നമ്മൾ കാണിക്കാറില്ല. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ചോദിക്കണത്, ഇത് സാധാരണ അമ്മേനെ പോലെ സാധാരണക്കാരായ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഒരുപാട് നോളേജോ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ട് നോളേജ് ഉണ്ടാവണമെന്നില്ലല്ലോ. വിദ്യാഭ്യാസത്തിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്തുണ്ടാവണം? അനുഭവം ഉണ്ടാവണം. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടൊരു വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ചില അമ്മമാരുണ്ടാവും. ആ അമ്മമാരൊക്കെ യൂട്യൂബ് തുടങ്ങുക, അവർക്കൊരു ചെറിയൊരു അടുക്കള ഉണ്ടാവും, അവിടെ ഒരു യൂട്യൂബ് തുടങ്ങും. ചിലപ്പോൾ ഇങ്ങനെ ഷേക്കായി എന്നൊക്കെ വരും, മൊബൈൽ പിടിക്കുമ്പോൾ അതിന് മൊബൈൽ സ്റ്റാൻഡ് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും ഒരു തുടക്കം വേണമല്ലോ. ആ തുടക്കം കുറിക്കാൻ തോന്നിയ ആ നിമിഷം അതിനെ സപ്പോർട്ട് ചെയ്തവരും അതിനെ നിരുത്സാഹപ്പെടുത്തിയവരും അതിനെപ്പറ്റി ഒരു 2 വാക്കിൽ പറയാൻ പറ്റും? ഞാനിങ്ങനെ യൂട്യൂബ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു സാധാരണക്കാരിയാണ്, എനിക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ല. ഈ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത് എല്ലാവരും ഇങ്ങനെ തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലായപ്പോൾ എനിക്കും എന്തെങ്കിലും തുടങ്ങിയാലോ എന്ന് തോന്നി. പക്ഷെ അന്ന് എനിക്ക് എന്താന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ട് ഞാൻ എന്താ പറയുക, പിന്നെ ഒരുപാട് അതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പറയും. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അതൊക്കെ അമ്മ നോക്കിയോ? ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞു എങ്ങനെ ഉണ്ടാവുന്നൊക്കെ? അല്ല അതൊന്നും നോക്കിയില്ല. പക്ഷെ എനിക്കത് പറ്റില്ല എന്ന് എനിക്ക് തന്നെ തോന്നി. എൻ്റെ ഒരു ഇതിനത് എനിക്ക് പറ്റില്ല. എനിക്ക് ആ ശീലം. ഇപ്പൊ ചില അനുഭവങ്ങൾ നമ്മുടെ ഇപ്പൊ ഞാനൊരു കാര്യം ഒരു ചോദ്യം ചോദിക്കട്ടെ, അതിന് ഉത്തരം പറയൂ. ഇപ്പൊ അമ്മയായാലും ഞാനായാലും ആരായാലും നമ്മുടെ ജീവിതത്തിലൊക്കെ കൈപ്പേറിയ അനുഭവങ്ങൾ എന്തായാലും ഉണ്ടാവും. നമ്മുടെ തന്നെ സ്വന്തമായ അനുഭവങ്ങൾ ഉണ്ടാവും. ഇതുവരെ അമ്മ അതൊന്നും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റും. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് അത്രയും ബാഡ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഇത് ഉണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഉണ്ടാവാതിരിക്കില്ല. ഒരു ദുഃഖം പറഞ്ഞാൽ ചങ്കുപൊട്ടുന്ന പോലത്തെ എന്തെങ്കിലും ഒരു ദുഃഖം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. എന്നിട്ടും എന്തുകൊണ്ട് ചിലത് അങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തില്ല? അതെന്താ അറിയോ, ചെറുപ്പം തൊട്ടേ എൻ്റെ അച്ഛനും അവരുടെ ഒരു സ്വഭാവ രീതിയിലാണ് ഞാൻ വളർന്നത്. അവരെങ്ങനെയാണെന്നറിയോ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് അവരിലടക്കി അവർ സഹിച്ച് ജീവിക്കും. അത് മറ്റുള്ളവരോട് പ്രദർശിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് അതിന് പറയുകയോ ഒന്നും ചെയ്യില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഒരു 10 പേര് ചിലപ്പോൾ അത് പറയുമ്പോൾ ഉൾക്കൊള്ളും. 10 പേര് പിന്നീട് പറയും, ഓ എന്താ അത് ഇങ്ങനെയൊക്കെ പറഞ്ഞു, സിമ്പതിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ ഒരു സഹാനുഭൂതി അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനേക്കാളും നല്ലത് നമ്മളിലുള്ള ആ ദുഃഖങ്ങൾ നമ്മൾ അനുഭവിച്ചു, അത് നമ്മൾ പറയുന്നതൊക്കെ എല്ലാവരും വിശ്വസിക്കുന്ന എന്താ ഉറപ്പ്? പിന്നെ ഒരു മൈനസ് പോയിന്റ്, എന്തെങ്കിലും നമുക്ക് ഒരുപാട് സന്തോഷം വരുമ്പോൾ പെട്ടെന്ന് കണ്ണിന് 2 തുള്ളി വെള്ളം വരും. അതെന്തുകൊണ്ടാണ്? അതെന്താ പറയുക, സന്തോഷം കൂടുതലാവുമ്പോൾ എല്ലാവർക്കും അത് വരും. അത് മനസ്സിന്റെ ഒരു ഇതാണ്. ശരി, ഇനിയിപ്പോൾ കൂടുതൽ നേരം വയ്ക്കണ്ട. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. നമ്മുടെ ആ തുടക്കം എങ്ങനെയായിരുന്നു? അപ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എന്തോ ആയി എത്രയോ വർഷമായി എന്നൊന്നും. 1 വർഷം എന്നുള്ളത് ഈ അമ്മേനെ പോലെ പാവപ്പെട്ട അമ്മമാർക്കൊക്കെ അത് വലിയൊരു സംഭവമാണ്. കാരണം 365 ദിവസം അത് എത്തില്ല എന്ന് എത്ര പേര് വെല്ലുവിളിച്ചിട്ടുണ്ടാവും അമ്മേനെ? അതാണ് ചോദിക്കുന്നത്. തുടക്കം എന്തായിരുന്നു? ആദ്യം ഞാൻ ഇത് തുടങ്ങണമെന്ന് ആഗ്രഹം മനസ്സിൽ വന്നപ്പോൾ മക്കളോട് തന്നെ ചോദിക്കാൻ മടിയായിരുന്നു. ഭർത്താവിനോട് ചോദിക്കാം, ഏട്ടനോടും ചോദിക്കാൻ മടി, മക്കളോടും ചോദിക്കാം. ഏട്ടന് പിന്നെ യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ല, അതുകൊണ്ട് പിന്നെ ആൾക്ക് അങ്ങനെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അപ്പം മക്കളോട് ചോദിച്ചു, ആദ്യം ഇവനോട് ചോദിച്ചു. അപ്പം ഇവൻ പറഞ്ഞു, അതൊക്കെ അമ്മയ്ക്ക് പറ്റുമോ അമ്മ? അത് എനിക്ക് തോന്നുന്നില്ല അമ്മയെ കൊണ്ട് പറ്റുമെന്ന്.
അമ്മയെക്കൂടെയുള്ള ഒരു സ്വഭാവക്കാർക്കൊന്നും നമ്മൾ യൂട്യൂബൊന്നും കൊണ്ടു നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ചോട്ടിനോടും അനുമോളോടൊക്കെ ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു യൂട്യൂബ് തുടങ്ങുകയൊക്കെ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും തുടങ്ങാം അമ്മ, പക്ഷേ അതിൽ പല കാര്യങ്ങളും ഉണ്ട്. ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് വരും, ചിലപ്പോൾ നല്ലത് വരും, ചിലപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സോ അങ്ങനെ ഒന്നും കിട്ടാണ്ട് വരുമ്പോൾ അമ്മയ്ക്കൊരു നിരാശ തോന്നും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ അമ്മയ്ക്ക് വിഷമാവില്ല എന്ന് ഇവർ 3 പേരും ഇതന്നെ പറഞ്ഞു. അപ്പോൾ ഇവനും ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ ഇവനുണ്ട് വീഡിയോ കളറ്. അപ്പോൾ ഇവരെല്ലാവരും ഒരേ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു അതെ, അല്ലെങ്കിൽ അമ്മയ്ക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ അമ്മ തുടങ്ങിക്കൊടും, പക്ഷെ ഇതെന്ത് വന്നാലും അമ്മ വിഷമിക്കരുത്. ഇനിയിപ്പോൾ അമ്മയ്ക്ക് ആരും ഒരുപാട് ആൾക്കാരൊന്നും കണ്ടില്ല എന്ന് വിചാരിച്ചാലും അമ്മ വിഷമിക്കരുത്. പക്ഷെ ഒരു കാര്യം പറയാം, എത്ര ഇനി കണ്ടില്ല എന്ന് പറഞ്ഞാലും ഒരു 100 ആളെങ്കിലും കിട്ടും, 100 പേരെങ്കിലും അമ്മയെ കാണും നമ്മുടെ ചാനൽ. അപ്പം അമ്മ ആ 100 പേർ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിലിരിക്കുക. ഇതാരാ പറഞ്ഞേ? ഇത് ഉസ്താദാണോ? ഉസ്താദാണ്. ചിലപ്പോൾ 10 ആയിരിക്കും, അല്ലെങ്കിൽ 100 ആയിരിക്കും. ഇവൻ പറഞ്ഞു ചിലപ്പോൾ 10 അല്ലെങ്കിൽ ചിലപ്പോൾ 100. പക്ഷെ ആ 10 100 കിട്ടിയാൽ അതിലമ്മ സന്തോഷിക്കുക. അപ്പൊ അമ്മയ്ക്ക് വേണ്ടെന്നൊരു സുപ്രഭാതത്ത് വെക്കാനും അത് ഒരുപാട് വേവരുത്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഇതിന് നാളികേരമൊന്നും നമ്മൾ ഇടുന്നില്ല, അതുകൊണ്ടാണ്. 10 പേരുണ്ടെങ്കിൽ 10 പേര്, 100 പേരുണ്ടെങ്കിൽ 100 പേര്, അവർക്ക് വേണ്ടി അമ്മ അത് ചെയ്തേ പറ്റും. അല്ലാണ്ട് ഒരു സുപ്രഭാതത്ത് തുടങ്ങിയിട്ട് അമ്മ ഒരിക്കലും നിർത്തരുത്. അങ്ങനെ അമ്മയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ അയ്യോ എനിക്ക് 10 പേരെ കിട്ടിയുള്ളൂ, അമ്മയ്ക്ക് എനിക്ക് 15 പേരെ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ അതിനേക്കാളും കുറയും, അങ്ങനെയൊക്കെ അമ്മ വിഷമിച്ചിട്ടിരിക്കാനും പാടില്ല. അതിനൊക്കെ അമ്മയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ അമ്മ തുടങ്ങിക്കോന്ന് പറഞ്ഞു. ഞാൻ കുറേ 2-3 ദിവസമൊക്കെ ആലോചിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടുത്ത ആഴ്ച ഫോൺ വന്നു. ഗൾഫിൽ ചോട്ടൂരി അനുമോളൊക്കെ വിളിച്ച സമയത്ത് ഇങ്ങനെ ഞാനപ്പോൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയും ചേട്ടനും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു അതായത് നിങ്ങൾ അമ്മ ഒരു കാര്യം ചെയ്തോളൂ, തുടങ്ങിക്കോളൂ, അത് എത്ര പേരാണെങ്കിലും അത് മെമ്മറിയിൽ കിടക്കുമല്ലോ, അമ്മ വേറെ ഒന്നും പ്രതീക്ഷിക്കില്ല, അത് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തുടങ്ങിയത്. തുടങ്ങിയിട്ട് ഒരാഴ്ച 9 പേരുണ്ടെന്നുള്ളൂ. 9 പേരായപ്പോൾ എനിക്ക് ഇരിക്കട്ടെ, വിഷമൊന്നും തോന്നിയില്ല. 9 പേരെങ്കിൽ 9 പേരെ എന്നെ അംഗീകരിച്ചല്ലോ എന്നുള്ളൊരു തോന്നലായിരുന്നു. 10-15 ദിവസം വരെയൊക്കെ അത്രയ്ക്ക് തന്നെ ഉണ്ടാവുന്നുള്ളൂ. അത്രയുള്ളൂ, അതന്നെ ഒരാഴ്ചയുടെ മുകളിൽ 10 ദിവസം. അപ്പോൾ 9 പേര് അത്രയെങ്കിൽ അത്ര കിട്ടിയല്ലോ, ആ 9 പേരെങ്കിലും എന്നെ അംഗീകരിച്ചല്ലോ എന്നുള്ളൊരു തോന്നലിൽ ഞാനിരുന്നു. പക്ഷെ ആരോടും പറഞ്ഞില്ല. എന്തറിയോ, എങ്ങനെ പറയും, ഞാനൊരു യൂട്യൂബ് നോക്കാനേ ആളില്ലാത്തൊരു യൂട്യൂബാണ്. അതിന് 9 പേരായിന്നൊക്കെ അല്ല, കാണാൻ പോലെ ഒരാളില്ലാത്തൊരു യൂട്യൂബ്. അതിലായ 9 പേരിൽ ചിലപ്പോൾ 5 പേര് നമുക്ക് അറിയണവരായിരിക്കാം, ബാക്കി 4 പേര് മാത്രമായിരിക്കും. സ്വന്തം അനിയത്തിമാരോട് പോലും ആ സമയത്ത് പറഞ്ഞില്ല. പിന്നെ പെട്ടെന്ന് ഒരു പ്രാവശ്യം 1000 പേരായി. 1000 പേര് ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചിട്ട് അനിയത്തിയോട് പറഞ്ഞു, 2 അനിയത്തിമാരോട് പറഞ്ഞു. എല്ലാവരും അത്യാവശ്യം വേണ്ടവരോടൊക്കെ പറഞ്ഞു. അല്ല, ആദ്യം അനിയത്തിമാരോട് പറഞ്ഞു, പിന്നെ അത്യാവശ്യം നമ്മുടെ നാട്ടിലുള്ള ചില എൻ്റെ ഞങ്ങളുടെ അടുത്തൊക്കെ ഉള്ള അവിടെ തറവാട്ടിൻ്റെ അടുത്തൊക്കെ ഉള്ള അവരോട് ബന്ധുക്കളോടൊക്കെ പറഞ്ഞില്ലേ? ബന്ധുക്കളോടൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ആങ്ങളുടെ മകൾ പറഞ്ഞു അമ്മായിയുടെ യൂട്യൂബ് ഞാൻ കണ്ടു, നന്നായിട്ടുണ്ട്, അമ്മായി ചെയ്തത് സന്തോഷമായി എന്നൊക്കെ അവള് പറഞ്ഞു. പിന്നെ എൻ്റെ അനിയത്തി പറഞ്ഞു ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നിന്റെ അറിയുന്ന ആൾക്കാരോടൊക്കെ ഒന്ന് പറയിട്ടോ എന്ന് പറഞ്ഞു. അപ്പം അവള് പറഞ്ഞു കുറച്ചും കൂടി കഴിയട്ടെ ചേച്ചി, ഇപ്പൊ തന്നെ. എത്ര കാലം കൊണ്ട് നടക്കുന്നവർക്ക് വലിയ ഉറപ്പില്ലല്ലോ, അത് അറിയില്ലല്ലോ. ഇതിപ്പോ 1000 പേരാകുമ്പോ എല്ലാരോടും പറയാൻ പോയിട്ട് അവസാനം നാണക്കേടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വയ്യാണ്ടാവും, അങ്ങനെയൊക്കെ അവർക്ക് അറിയാമല്ലോ. വയ്യാണ്ടാവും. പിന്നെ ഇത് തുടർന്ന് അങ്ങനെ കൊണ്ടുപോകുന്നുള്ള ഉറപ്പും അവർക്കില്ല. കാരണം ഇതിപ്പോ നമുക്ക് പറ്റുന്നു, ഈ അടുക്കളയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ എത്ര തന്നെ കാണിക്കാൻ പറ്റുന്നുള്ള. ഇപ്പൊ ആങ്ങളുടെ മോളെന്ന് പറയുന്ന ദീപ്തി ചിലപ്പോ വിചാരിച്ചിട്ടുണ്ടാവും, അയ്യോ ഈ അമ്മായിനെ കൊണ്ടൊക്കെ ഇത് പറ്റുമോ, അമ്മായിക്ക് വയ്യാത്തതല്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. അവള് പറഞ്ഞില്ല, പക്ഷെ അവള് പറഞ്ഞു നന്നായിരുന്നു. പക്ഷെ അല്ല, നന്നായിന്ന് പറഞ്ഞു, പക്ഷെ എന്തായാലും ആരോടും പറയാനൊന്നും പോയില്ല. കാരണം ഇതിപ്പോ ഈ അമ്മായി എത്ര നേരം കൊള്ളാം. അതുപോലെ എന്റെ അനിയത്തിയും വിചാരിച്ചിട്ടുണ്ടാവും എത്ര കാലം ഒരു കൊണ്ട് നടക്കും, ചേച്ചിയെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയട്ടെ ചേച്ചി മനസ്സിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. ഒരാൾ നേരിട്ട് പറഞ്ഞു കുറച്ച് കഴിയട്ടെ, അപ്പൊ കുറച്ച് കഴിയട്ടെ കേട്ടോ എന്ന് പറഞ്ഞു അനിയത്തി. കുറച്ചും കൂടിയൊക്കെ ആവട്ടെ ചേച്ചി എന്നിട്ട് പറയാമെന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇതിപ്പോ എന്റെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അവൾക്ക് തോന്നുന്നു. പക്ഷെ
അത് അവൾക്ക് തോന്നിയത് എന്നാ ഒന്ന് പിന്നെ ഒന്ന് പിന്നാക്കാൻ പറ്റും. അയ്യോ അങ്ങനെ ആയിരിക്കും. എല്ലാവരും ഇങ്ങനെയാണല്ലോ ചിന്തിക്കണത് അല്ലേ? അതെ. പിന്നെ ഈ അടുക്കളയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എത്ര കാണിക്കും, എല്ലാവരും കാണിക്കണം തന്നെയല്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ വരുമല്ലോ. പ്രത്യേകിച്ച് അതൊരാൾ പറഞ്ഞു, ഏറി വന്ന 1.5 മാസം 2 മാസം കൊണ്ട് പാചകം അവസാനിക്കും, പിന്നെ പുതിയ ഗവേഷണങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും, അതുകൊണ്ട് ഇതൊന്നും മുന്നോട്ട് പോയില്ല, അങ്ങനെയും പറഞ്ഞു അല്ലേ? അതെ അതെ, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എന്തോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നിരാശയൊന്നായില്ല എനിക്ക്. കാരണം പറഞ്ഞില്ലേ, ഒരു 100 ആളെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞോട് തന്നെ ഈ 1000 ആളെയൊക്കെ കിട്ടിയത്. അപ്പൊ എനിക്ക് അങ്ങനെ നിരാശയൊന്നായില്ല. അത്ര ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടും എന്നുള്ളത് ഒരു വലിയ കാര്യമല്ലേ. പിന്നെയാണ് എനിക്ക് ഈ 1 വർഷം വരെ എനിക്ക് കിട്ടിയ സ്നേഹബന്ധങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവമേ, ഞാനിത് മറ്റേ തുടങ്ങാതിരുന്നെങ്കിൽ എന്തുമാത്രം വലിയ നഷ്ടമായിരുന്നു എന്നുള്ള തോന്നൽ എനിക്ക് വരുന്നു. ഇത്രത്തോളം സബ്സ്ക്രൈബർ, ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ, അതും അവരുടെ ആ സ്നേഹല്ലേ, അത് കാണുമ്പോഴാണ്. അവർ മെസ്സേജിലൂടെ അയക്കുന്ന സ്നേഹപ്രകടനല്ലേ, അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊന്നും വില കൊടുത്താൽ പോലും കിട്ടുന്നതല്ല. അത്രയും എന്താ പറയുക, ഒരു സ്വന്തം നമ്മുടെ ആൾക്കാർ പോലും ആരും ചെയ്യില്ല അത്രയും. അതാണ് പറയുന്നത്, താനായി വരുന്ന ആ നിർമ്മലമായ സ്നേഹമില്ലേ, ആ ഒരു സ്നേഹബന്ധത്തിന് മറ്റൊന്നിനും നമുക്ക് വിലമതിക്കാനാവില്ല. കാരണം അവരെന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് ആ സ്നേഹം സത്യത്തിൽ അത് ഒരു ദിവസം, അതാണ് ഞാൻ ചിലപ്പോൾ വയ്യെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അപ്പൊ അവരുടെ ആ മെസ്സേജ് എനിക്ക് കിട്ടില്ല. നമ്മ കുറച്ച് അഡിക്റ്റ് ആയി പോയി, വീഡിയോ വേണം. എന്താ പറഞ്ഞാ എനിക്ക് എന്താ തോന്നുന്നു പറഞ്ഞാൽ, അവരുടെ മെസ്സേജ് എനിക്ക് കിട്ടില്ലല്ലോ, ഇന്ന് ഞാൻ വീഡിയോ ഇട്ടില്ലല്ലോ, ഇന്ന് അവരുടെ സ്നേഹം എനിക്ക് മെസ്സേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ സ്നേഹമാണ്. ആ സ്നേഹം എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു നിരാശ വരും. അതെന്താ അറിയാമാ, ഈ വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആൾക്കാർ മാത്രം സ്നേഹിക്കാനുള്ള ഒരു വ്യക്തികൾക്ക് ഒരു കൂട്ടം ജനങ്ങൾ, ആയിരക്കണക്കിന് ആൾക്കാരൊക്കെ ഒരുമിച്ച് സ്നേഹിക്കുക, ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് അതൊരു സൗഭാഗ്യമാണ്. മനസ്സിലായില്ലേ? അത് എന്താന്ന് പറഞ്ഞാൽ അതുപോലെ എനിക്ക് ഒരു ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. ചിലപ്പോൾ നീ പറയില്ലേ, ഇന്ന് എനിക്ക് സമയമില്ലെന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും. കാരണം എനിക്ക് കിട്ടുന്ന സ്നേഹമാണ് അവിടെ ഇല്ലാണ്ടാവുന്നത്. അപ്പൊ അതാണ് എനിക്ക്. പക്ഷേ ഈ കണ്ണിൽ വെള്ളം വരുന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. അത് സന്തോഷമുണ്ടാവും. സന്തോഷം കൊണ്ട് ചിരിച്ചാൽ മതി, കരയാൻ പറ്റില്ല. എല്ലാവർക്കും വരും മനസ്സിന്ന് ഒരു സന്തോഷത്തിന്റെ. എനിക്ക് സന്തോഷം വരുമ്പോ അങ്ങനെ കണ്ണീര് വരാറില്ലല്ലോ. നീ പോടാ. അപ്പൊ അങ്ങനെ, അപ്പൊ എനിക്ക് ചേച്ചി, അനിയത്തിമാര്, മക്കള്, അമ്മ, ഇങ്ങനെ പല ബന്ധങ്ങളും എനിക്ക് കിട്ടി. ആ സ്നേഹബന്ധം എന്നും ഇതുപോലെ എനിക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അല്ലാതെ കൂടുതൽ എനിക്ക് വേറെ ഒരു ഇതില്ല. പിന്നെ ഒരു കാര്യം പറയാം, യൂട്യൂബുള്ളത് കാരണമല്ല എനിക്കത് കിട്ടി, അവരോട് എനിക്ക് നന്ദിയുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ, ഇല്ലെങ്കിൽ എനിക്കിതൊന്നും കിട്ടില്ല അല്ലെ. എത്രയോ ആൾക്കാർ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള വീട്ടമ്മമാരോ ആരാണെങ്കിലും ഒരു യൂട്യൂബ് തുടങ്ങി നോക്കൂ. അതിൽ നിങ്ങൾ അവരെ എങ്ങനെ നിങ്ങൾ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നു, അതുപോലെ നമുക്ക് അവരിങ്ങോട്ട് സ്നേഹം തരും. അത് സത്യസന്ധമായ സ്നേഹമായിരിക്കണം. കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒന്നും അഭിനയിക്കരുത്. നമ്മുടെ മനസ്സിൽ എന്ത് തോന്നുന്നോ അതായിരിക്കണം. അത് മനസ്സിന്റെ ഉള്ളിൽ തട്ടി നമ്മൾ ഒരാളെ സ്നേഹിച്ചാൽ ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ സ്നേഹിക്കാൻ ആളില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സത്യം പറഞ്ഞ ഒരു യൂട്യൂബ് തുടങ്ങി സ്നേഹം കൊടുത്തു നോക്കൂ, അവർ നമുക്ക് സ്നേഹം തിരിച്ചു തരും. അതുപോലെ എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുണ്ട്. അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും ഈ 1 വർഷമൊന്നും ഞാൻ എത്തുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല, അതെത്തിച്ചത് അവരാണ്. അപ്പം അമ്മയുടെ ഈ ആരോഗ്യത്തിന് കാരണം അമ്മയ്ക്ക് എന്താ പറയുക, ഈ പ്രായത്തിലൊരു ചെറുപ്പം അമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ ചെറുപ്പമാണ് കേട്ടോ നമ്മുടെ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നൽകിയത് ഈ സ്നേഹം നിറഞ്ഞ ഈ വ്യക്തികളാണ്. അമ്മയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കുടുംബം, എൻ്റെ കുടുംബം, എൻ്റെ സ്വന്തം കുടുംബമാണ്. ഞാൻ എന്നും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഈ എല്ലാ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ, അവർ തന്നെ ആ സ്നേഹത്തിന് എനിക്ക് വേറെ ഒന്നും കൊടുക്കാനില്ല, പ്രാർത്ഥനയല്ലാതെ. അതുകൊണ്ട് എന്നും അവരുടെ ഈ സ്നേഹം എനിക്ക് വേണം. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ തോന്നും, ഞാൻ ആരോഗ്യവതിയായിരിക്കണം, മരുന്ന് കറക്റ്റായിട്ട് കഴിക്കണം, ആഹാരം കഴിക്കണം എന്നൊക്കെ തോന്നും. എന്താന്ന് പറഞ്ഞാൽ അപ്പോഴല്ലേ എനിക്ക് അവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റൂ, എന്തെങ്കിലുമൊക്കെ ചെയ്തവരെ കാണിക്കുക, അവരോട് സംസാരിക്കാനൊക്കെ പറ്റൂ. അപ്പൊ ഈ യൂട്യൂബ് ജേർണിയിൽ ഇത്രയും പ്രോത്സാഹനം നൽകിയ അവരുടെ മെസ്സേജ് മുത്തുകളിലൂടെ അമ്മേനെ വീണ്ടും യൂട്യൂബ് തുടങ്ങാൻ അനുവദിച്ച് 1 വർഷം വരെയൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. എൻ്റെ അമ്മേനെ പോലെയുള്ള സാധാരണ വീട്ടമ്മയ്ക്കൊക്കെ അവിടേക്ക് അമ്മ എത്താൻ, ഇന്നിങ്ങനെ നിന്ന് സംസാരിക്കാൻ, ഇതിനൊക്കെ കാരണക്കാരായ ഈ ഒരു വലിയൊരു കുടുംബം അല്ലേ, കുടുംബം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആ കുടുംബത്തിന് ഉമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അവർ ഞാൻ എന്തെങ്കിലും കാണുകയാണെങ്കിൽ എല്ലാവർക്കും ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും. അപ്പൊ എല്ലാവർക്കും ബായ് പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കുക. ഓക്കെ, ബായ് ട്ടോ.
ഇതാ ഈ തോരൻ ഇത്രേ ഉള്ളൂ ഒന്ന്. പിന്നെ ഇവ പുറത്തുനിന്ന് കൊണ്ടുവന്നേരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് അപ്പൊ വൺസ് മോർ ഈ പാവപ്പെട്ട ക്യാമറാമാനിൽ നിന്നും ഹാപ്പി ആനിവേഴ്സറി അമ്മ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. എന്റെ ഈ എല്ലാത്തിന്റെയും പിന്നില് നിങ്ങളെല്ലാം പറയില്ലേ കുറുമ്പൻ, ഇവൻ എന്നെ എന്താ പറയാ ഇങ്ങനെ ഓരോരോ കുറുമ്പൊക്കെ കാട്ടില്ലേ, ഇവന്റെ ഒരുപാട് എന്താ പറയാ ഒരുപാട് എന്നെ ഇവൻ പ്രോത്സാഹിപ്പിക്കലും ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞാലും കൂടി എന്റെ എല്ലാ വിജയത്തിന്റെ പിന്നില് ഇവനാണ്. അതിന്റെ എല്ലാ ക്രെഡിറ്റും ഇവന് കൊടുത്തോളൂ കേട്ടോ. ഇതൊരു മുഖസ്തുതിയാണോ എന്ന് എനിക്കൊരു സംശയം. സത്യമാണ്, അവനാണ് എന്റെ എല്ലാത്തിനും കാരണം. കാരണം പറഞ്ഞാൽ എനിക്ക് ഇതൊന്നും കൊണ്ടു നടക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പൊ അവന്റെ സമയം കൂടി എനിക്ക് തരുന്നുണ്ട്. അതെന്തിനാണ്? എനിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എൻ്റെ എല്ലാ ഉന്നതിക്കും എൻ്റെ വിജയത്തിനും എല്ലാത്തിനും നിങ്ങളുടെ സ്നേഹം എനിക്ക് കിട്ടാനും ഇവനൊരു കാരണമാണ്. എന്റെ ദൈവമേ, ഇന്ന് നമുക്ക് ഡബ്ബർ മേടിച്ചത് ഞാൻ മിണ്ടായിരുന്നു, കുറച്ചൊന്നല്ല ഫുള്ളായിരുന്നു കേട്ടോ. ഓക്കെ, ബൈ.